നമ്മളൊന്നും കാണാത്ത ഒരു അന്തർധാരയുണ്ട് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ. നല്ല ഒരു കൊടുക്കൽ വാങ്ങലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് വേണ്ടാത്തതിനെ ഏറ്റെടുക്കാൻ മറ്റേയാൾ എല്ലായ്പ്പോഴും തയ്യാറാണ്. മുൻപ് ശശി തരൂർ കോൺഗ്രസ് വിടുമെന്നൊരു സൂചന വന്നപ്പോഴേക്കും ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ റെഡിയായി നിൽക്കുകയായിരുന്നു ബി ജെ പി. ഇപ്പോ ശോഭാ സുരേന്ദ്രന് ചെറിയൊരു ക്ഷീണം പാർട്ടിയിൽ ഉണ്ടായി എന്ന് കേട്ടപ്പോഴേക്കും ഓടി വന്ന് താങ്ങാൻ റെഡിയായി നിൽപ്പുണ്ട് കോൺഗ്രസ്. സംസ്ഥാന അധ്യക്ഷ തിരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് ശോഭാ സുരേന്ദ്രനെ കോൺഗ്രസിലേക്ക് യൂത്ത് കോൺഗ്രസ് സ്വാഗതം ചെയ്തത്. മലപ്പുറം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുട്ടൂർ ആണ് ശോഭാ സുരേന്ദ്രനെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തത്. ശോഭാ സുരേന്ദ്രന്റെ ചിത്രം സഹിതമാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് സ്വാഗതം എന്നും കുറിപ്പിലുമുണ്ട്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രന്റെ പേര് ഉയർന്നു വന്നിരുന്നെങ്കിലും മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ പേരാണ് സംസ്ഥാന നേതൃയോഗത്തിൽ ധാരണയായത്. തുടർന്ന് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തി പത്രികാ സമർപ്പണവും നടത്തി. എന്നാൽ ഈ സമയത്ത് ശോഭ ഓഫീസിൽ എത്താതിരുന്നത് ചർച്ചയായിരുന്നു. കാർ എത്താൻ വൈകിയത് കൊണ്ടാണ് പത്രികാ സമർപ്പണ സമയത്ത് ഓഫീസിൽ എത്താൻ സാധിക്കാതിരുന്നതെന്നാണ് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ കൂടിയായ ശോഭാ സുരേന്ദ്രന്റെ വിശദീകരണം. താൻ പോയെന്ന് കരുതി കാറും ഡ്രൈവറും പോയിരുന്നെന്നും പിന്നീട് ഡ്രൈവർ വന്നപ്പോൾ അതേ കാറിൽ തന്നെ സ്ഥലത്ത് എത്താൻ സാധിച്ചു എന്നുമാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. ഇതൊക്കെ എന്തുകൊണ്ടാണ് തനിക്കെതിരായി വിവാദമാകുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ലത്രേ. ഇതിന് പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നതെന്ന് മാധ്യമങ്ങൾ അന്വേഷിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ പറയുകയുണ്ടായി. മാത്രമല്ല രാജീവ് ചന്ദ്രശേഖറിന് കീഴിൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ ബി ജെ പിക്ക് സാധിക്കുമെന്നും അദ്ദേഹം കഴിവ് തെളിയിച്ച ആളാണെന്നും അവർ കൂട്ടിച്ചേർക്കുകയുണ്ടായി. രാജീവ് ചന്ദ്രശേഖരൻ ഒരു തരത്തിലും പുതിയ ആളല്ല, ഒരു കേന്ദ്രമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. മാത്രമല്ല മന്ത്രി എന്ന നിലയിൽ തന്റെ കഴിവ് തെളിയിച്ച വ്യക്തിയുമാണ്. തിരുവനന്തപുരത്ത് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വളരെ കുറഞ്ഞ വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. ബി ജെ പിയെ സംബന്ധിച്ച് കേരളത്തിൽ ശക്തമായ വേലാട്ടം ഉണ്ടാക്കുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ തവണ നിർത്തിയതിൽ നിന്നും അത് ശക്തമായി തന്നെ മുന്നോട്ട് പോകും. നേതൃമാറ്റം ഓരോ സമയം കഴിയുമ്പോഴും ഉണ്ടാകുന്നതാണ്. കേരളത്തിൽ മാത്രമല്ല ഇപ്പോഴത്തെ നേതൃമാറ്റത്തിൽ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് കാണുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു. കാർ ലേറ്റ് ആയത് കൊണ്ടാണ് ചേച്ചി ലേറ്റ് ആയത്. എന്തിനാ ചേച്ചി ഇങ്ങനെ കിടന്ന് ഉരുളുന്നത്? ഞങ്ങളൊക്കെ ഈ ടൈപ്പ് എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ടുള്ളത് സ്കൂളുകളിൽ പഠിക്കുമ്പോഴാണ്. ബസ് കിട്ടാത്തതുകൊണ്ട് ക്ലാസ് എത്താൻ ലേറ്റായി എന്നൊക്കെ. ശോഭേച്ചിയുടെ മനസ്സ് നോക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റും. വനിതാ പ്രാതിനിധ്യം ഉറപ്പിക്കാനായിരുന്നു ഒരു കാലം വരെ ബി ജെ പിയുടെ ലക്ഷ്യം. ശബരിമല ഇഷ്യൂ ഒക്കെ വന്നതോടുകൂടി അതങ്ങ് കത്തിക്കയറുകയും ചെയ്തതായിരുന്നു. അതിന്റെ ചുവട് പിടിച്ച് ശോഭാ സുരേന്ദ്രനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം സ്ത്രീകൾ കേരളത്തിൽ ഉണ്ടായി വരികയുമായിരുന്നു. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പോലും ആകുവാൻ വേണ്ട പവർ ഉണ്ട് എന്ന് സ്വയം പറയുകയും വിശ്വസിക്കുകയും ചെയ്ത ശോഭാ സുരേന്ദ്രൻ അതിനായി കച്ചകെട്ടി ഒരുങ്ങിയിരിക്കുമ്പോഴാണ് ഓർക്കാപ്പുറത്തി അടി കിട്ടുന്നത്. അതിപ്പോ അങ്ങനെ തന്നെ പറയുന്നത് ക്ഷീണമായത് കൊണ്ടാവോ ഇങ്ങനെയൊക്കെ കരഞ്ഞു തീർക്കുന്നത്. എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു. യോഗല്ലേ അമ്മനിയെ പായമടക്കിക്കോ.